അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ രീതിയിലെ കീബോർഡ് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ കീബോർഡ് ഇത് വിർച്വൽ മെഷീനിലെ എന്ത് ഡാറ്റാസിൽ ഉള്ള വിർച്വൽ കീബോർഡാണ്. അപ്പോൾ ഇത് വെച്ചിട്ടെങ്കിൽ നമുക്ക് ബാക്കി അറിയില്ല. അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ മോഡൽ മാറ്റായിട്ടുണ്ടോ എന്ന് നോക്കാൻ IW config അടിച്ചാൽ മതി. നമ്മൾ IP അഡ്രസ് നോക്കണമെങ്കിൽ IP config, സോറി അത് IP config വിൻഡോസിലാണ് നടക്കുക. ഇത് കണ്ടോ, IF config ആണ് ഇതിൽ വരിക. ഡാറ്റാസ് ലിനക്സിൽ IF-ഉം അതേപോലെ വിൻഡോസിൽ IP. കേട്ടോ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വൈഫൈ ഹാക്കിങ്ങും വരാം. കോഴി കമ്പനിയിൽ ഫുള്ള് ഇൻസ്റ്റാളേഷൻ ചെയ്യണം. അത് ഫുൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ലേ. ഇത് നമ്മൾ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ ഇത് റീസ്റ്റാർട്ട് ചെയ്താൽ അതൊക്കെ പോയി വീണ്ടും നമുക്ക് ഇങ്ങനെ കിട്ടിയോ അതേപോലെ വരാം. ഇത് വെറുതെ കാണിക്കാനാണ് ഇങ്ങനെ സിസ്റ്റം വരികയാണ്. എന്തായാലും ഫുൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ട് നമുക്ക് ബാക്കിയായത് ചെയ്യാം. ഇത് കുറേ ഉണ്ട് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. നെയിം നമുക്ക് പാറ്റോയ്സ് ആക്കാം. അബ്ബാസും ആടാം. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ പേര് കൊടുക്കുന്ന അനുസരിച്ചിട്ടേക്കണം ഇവിടെ ഇങ്ങനെ വരിക. പാസ്വേഡ് എന്താ ചോദിക്കുക, ഞാൻ നല്ല സ്ട്രോങ്ങുള്ള പാസ്വേഡ് കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ ആവുന്നതാണ്. കീബോർഡ് സൈഡിലേക്ക് മാറ്റുക. ഏതാണ്ട് ഇൻസ്റ്റാൾ ആയിക്കോട്ടെ.